Next section from fourth module is features of object oriented programming. നമ്മൾ ഇവിടെ C++ പ്രോഗ്രാമിംഗ് നമ്മൾ C++ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്തെല്ലാം വരുന്ന ഒരു കാര്യമാണ് ഓബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. നമ്മൾ C++ലെ പ്രോഗ്രാമിംഗ് അല്ല, ഓബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. So the major features of object oriented programming or OOP. Object oriented programming OOP എന്നാണ് വിളിക്കുന്നത്. OOP. OOP. So the main features of object oriented programming or OOP are data abstraction, data hiding, encapsulation, polymorphism and inheritance. Appo there are 5 major features of object oriented programming. Object oriented programming ന് 5 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഡേറ്റ ഹൈഡിംഗ്, എൻകാപ്സുലേഷൻ, polymorphism, and the fifth one, inheritance. So these are the 5 major features of OOP. OOP means object oriented programming. ഏതൊക്കെയാണ് 5 major features? Data abstraction, data hiding, encapsulation, polymorphism and inheritance. ഇതിലെല്ലാം തിയറിയേ ഉള്ളൂ. അതിന്റെ എക്സാം പ്രോഗ്രാമിന്റെ ചെറിയൊരു പോർഷൻ എടുത്ത് എക്സാമ്പിൾ ആയിട്ട് കാണിക്കും. അല്ലാതെ ഇതിൽ എക്സാം പ്രോഗ്രാം എഴുതാനില്ല. So there are 5 major features of OOP: data abstraction, data hiding, encapsulation, polymorphism and inheritance. Now let us see each of these features one by one. Data abstraction. First feature edukam. Data abstraction. This feature is implemented by the creation of user defined data type class. ഇത് എപ്പോഴാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? നമ്മൾ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ക്ലാസ്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ഉള്ള ക്ലാസുകൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഇംപ്ലിമെന്റ് ആവുന്നത്. സോ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ബൈ ക്രിയേറ്റിംഗ് implemented by creating user defined data type class. യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പിലുള്ള ക്ലാസ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഇംപ്ലിമെന്റ് ആവുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? പ്രൊവൈഡിങ് റിക്വയർഡ് ഇൻഫർമേഷൻ വിത്തൗട്ട് പ്രസന്റിങ് ദ ഡീറ്റെയിൽസ്. ഈ ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്യും, പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പ്രസന്റ് ചെയ്യില്ല. അതായത് ഡീറ്റെയിൽസ് ഒക്കെ ഹിഡൻ ആക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. So data abstraction means providing required information without presenting details. Providing required information without presenting details. അതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. അപ്പൊ ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീറ്റെയിൽസ് ഒന്നും പറയാതെ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന സമയത്താണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഇസ് എ കളക്ഷൻ ഓഫ് ഡേറ്റ ആൻഡ് മെത്തേഡ്സ്. അപ്പൊ ഇവിടെ ഇതെന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ഡേറ്റ ആൻഡ് മെത്തേഡ്സ്. മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ. is a collection of
data and methods or data and function. Using a class, we can define new data type by specifying a data structure along with the operations permissible on that data structure. അപ്പോൾ ഒരു ക്ലാസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പുതിയ ഡേറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റും by specifying a data structure along with the operations permissible. So data abstraction എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കാതെ ആവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പുള്ള ക്ലാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഇംപ്ലിമെന്റ് ആവുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡേറ്റ ആൻഡ് മെത്തേഡ്സ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ ഇനി അടുത്ത സെക്ഷനിൽ പഠിക്കും. എക്സാമ്പിൾ ക്ലാസ് round, private, float, radius, public, float, area, return 3.14 into radius into radius, float perimeter, return 2 into 3.14 into radius, റൗണ്ട് എന്നൊരു ക്ലാസ്സും ഈ സർക്കിൾ എന്ന് പറയുന്നത് അതിന്റെ ഒബ്ജക്റ്റും ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ റൗണ്ട് എന്നുള്ള ക്ലാസ്സിൽ ഒരു മെമ്പർ വേരിയബിൾ ഉണ്ട് റേഡിയസ്. ഈ റൗണ്ട് എന്നുള്ള ക്ലാസ്സിൽ ഒരു മെമ്പർ വേരിയബിൾ ഉണ്ട് റേഡിയസ് ഓഫ് ടൈപ്പ് ഫ്ലോട്ട്. അതോടൊപ്പം തന്നെ രണ്ട് മെമ്പർ ഫങ്ഷൻസ് ഉണ്ട്, ഏരിയയും പെരിമീറ്റർ. ദി ഓബ്ജക്ട് സർക്കിൾ ഇസ് എ വേരിയബിൾ ദാറ്റ് ഹൗസസ് ഓൾ ദി അബവ് മെമ്പേഴ്സ്. ഈ സർക്കിളിനകത്താണ് ഈ എല്ലാ സർക്കിൾ എന്നുള്ള ഒബ്ജക്റ്റിലാണ് ഈ മെമ്പേഴ്സ് എല്ലാം വരുന്നത്. സോ ഇതിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏരിയയും പെരിമീറ്ററും റിട്ടേൺ ആവുന്നു, പക്ഷെ റേഡിയസ് അവിടെ പ്രൈവറ്റ് ആയിട്ടിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഈ റേഡിയസും ഏരിയയും പബ്ലിക് ആയിട്ട് വരുന്നു, പക്ഷെ പ്രൈവറ്റ് ആയിട്ടാണ് റേഡിയസ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഏരിയയും പെരിമീറ്റർ നമുക്ക് വേറെയും കാണാം, പക്ഷെ റേഡിയസ് നമുക്ക് ക്ലാസിന്റെ വെളിയിൽ കാണാൻ പറ്റില്ല. സോ ഡീറ്റെയിൽ ഹൈഡ് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഒരു അബ്സ്ട്രാക്ട് മാത്രം വരും, അതായത് ഡീറ്റെയിൽസ് ഒന്നും കാണില്ല, ജസ്റ്റ് ആൻ അബ്സ്ട്രാക്ട്. നിങ്ങൾക്ക് അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, അതുപോലെ തന്നെ അതായത് ആവശ്യമുള്ള റിക്വയർഡ് ഇൻഫർമേഷൻ മാത്രം ഇങ്ങനെ പുറമേ കാണാം, പക്ഷെ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. Providing required information without presenting details. Providing required information without presenting details. അതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. Next, data hiding. Data hiding. Another feature of OOP is that the data stored in its data structure should be hidden from the outside world. അതായത് ഒരു ഡേറ്റ സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ പുറം ലോകത്ത് നിന്ന് നമുക്ക് മറച്ചു വെക്കണം. അതിനു വേണ്ടിയാണ് ഈ ഡേറ്റ, അതിനെയാണ് ഡേറ്റ ഹൈഡിങ് എന്ന് പറയുന്നത്. We need to hide the data from the outside world. The data stored in a data structure should be hidden from the outside world. The data needs to be accessible only to those members or
functions defined inside the class. അപ്പോൾ ഈ ഡേറ്റ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് നമുക്ക് ഹൈഡ് ചെയ്യണം. ഈ ക്ലാസിന്റെ അകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫങ്ഷൻസിനും മാത്രമേ ഈ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം the keyword public, private and protected provide different levels of data hiding to the members of a class. നമ്മൾ public, private, protected എന്നുള്ള കീവേഡ്സ് യൂസ് ചെയ്ത് പല ലെവൽ ഓഫ് ഡേറ്റ ഹൈഡിങ് നമുക്ക് ഒരു ക്ലാസ്സിലെ ഫങ്ഷൻസിന് കൊടുക്കാം. സോ നമ്മൾ നേരത്തെ എഴുതിയ എക്സാമ്പിളിലാണെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് കിടക്കുവാണെങ്കിൽ, പ്രൈവറ്റ് എന്ന് കൊടുക്കുവാണെങ്കിൽ ഈ ക്ലാസ്സിനകത്തുള്ള മെമ്പർ ഫങ്ഷൻസിന് മാത്രമേ ആ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റൂ. അതാണ് വൺ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ഡേറ്റ ഹൈഡിങ്. അപ്പൊ ഡേറ്റ ഹൈഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? To hide the data in a data structure from outside world. ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് നമുക്ക് ഒരു ഡേറ്റ സ്ട്രക്ചറിൽ ഡേറ്റ ഹൈഡ് ചെയ്യണം. അതിനുള്ള ഫീച്ചറാണ് ഡേറ്റ ഹൈഡിങ്. So the data needs to be accessible only to those methods or function. Data accessible to functions. Data accessible to functions defined inside the class. ഏതൊക്കെ കീവേഡ്സ് ആണ് ലെവൽ ഓഫ് ഡേറ്റ ഹൈഡിങ് കൊടുക്കുന്നത്? പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. കീവേഡ്സ് പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ് provide different levels of data hiding. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് എന്നുള്ള കീവേഡ് കൊടുക്കുവാണെങ്കിൽ ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ ആ ക്ലാസ്സിനകത്ത് മാത്രമേ വിസിബിൾ ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ ആക്സസിബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ അത് എന്ന് പറയുന്നത് ഡേറ്റ ഹൈഡിങ്ങിന്റെ ഒരു ഫീച്ചറാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് എക്സാമ്പിൾ ഡേറ്റ അബ്സ്ട്രാക്ഷൻ എഴുതിയ അതേ എക്സാമ്പിളിൽ പ്രൈവറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരുന്നു ആ റേഡിയസ്. അപ്പൊ ആ റേഡിയസ് എന്നുള്ള വേരിയബിള് ആ ക്ലാസ്സിനകത്ത് മാത്രമേ ആക്സസിബിൾ ആവുകയുള്ളൂ. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് ഡേറ്റ ഹൈഡിങ്. നെക്സ്റ്റ് ഫീച്ചർ ഇസ് എൻകാപ്സുലേഷൻ. എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ it is actually wrapping up of data into a single unit. Encapsulation എന്ന് പറഞ്ഞാൽ wrapping up of data into single unit. അതായത് the features of data abstraction and data hiding together can be called encapsulation. So encapsulation എന്ന് പറയുന്നത് data hiding plus data abstraction. ഡേറ്റ ഹൈഡിങ്ങിന്റെയും ഡേറ്റ അബ്സ്ട്രാക്ഷന്റെയും കൂടെ ഫീച്ചേഴ്സ് നമ്മൾ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് എൻകാപ്സുലേഷൻ എന്ന് പറയാം. സോ എൻകാപ്സുലേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് പാക്കിംഗ് ഡേറ്റ ആൻഡ് മെത്തേഡ്സ് ഇൻ എ സിംഗിൾ ലോജിക്കൽ യൂണിറ്റ് അലോങ് വിത്ത് സ്യൂട്ടബിൾ റെസ്ട്രിക്റ്റഡ് ഇന്റർഫേസസ് ടു ദി ഔട്ട്സൈഡ് വേൾഡ്. അപ്പോൾ എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി റാപ്പിംഗ് അപ്പ് ഓഫ് ഡേറ്റ ആൻഡ് മെത്തേഡ്സ് ഇൻ ടു എ സിംഗിൾ ലോജിക്കൽ യൂണിറ്റ്. എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് wrapping up of data and methods, data and functions to a single logical unit. ഒരു സിംഗിൾ ലോജിക്കൽ യൂണിറ്റിലോട്ട് ഡേറ്റയും മെത്തേഡ്സിനെ റാപ്പ് അപ്പ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്?
അല്ലെങ്കിൽ പാക്ക് ചെയ്യുന്നതിനെയാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. വിത്ത് സ്യൂട്ടബിൾ റെസ്ട്രിക്റ്റഡ് ഇന്റർഫേസ് ടു ഔട്ട്സൈഡ് വേൾഡ്. വിത്ത് suitable restricted interface to outside world. അപ്പോൾ ഔട്ട്സൈഡ് വേൾഡുമായിട്ട് റെസ്ട്രിക്റ്റഡ് ഇന്റർഫേസ് വരുന്നുള്ളൂ. അതായത് ഔട്ട്സൈഡ് വേൾഡിൽ ആക്സസ് ചെയ്യണമെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡേറ്റയും മെത്തേഡ്സിനെയും കൂടെ ഒരു സിംഗിൾ ലോജിക്കൽ യൂണിറ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ട് ഔട്ട്സൈഡ് വേൾഡിലേക്ക് കുറച്ച് സൂട്ടബിൾ റെസ്ട്രിക്ഷൻസ് കൂടെ കൊടുക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എൻകാപ്സുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡേറ്റ അബ്സ്ട്രാക്ഷന്റെയും ഡേറ്റ ഹൈഡിങ്ങിന്റെയും കൂടെ ഫീച്ചേഴ്സ് ഒന്നിച്ചെടുക്കുവാണെങ്കിൽ അത് എൻകാപ്സുലേഷൻ എന്ന് പറയാം. The data and methods that operate on this data are encapsulated in a single package called class. ഈ സിംഗിൾ പാക്കേജ് എന്ന് പറയുന്നതാണ് ക്ലാസ്. ഈ സിംഗിൾ പാക്കേജ് എന്ന് പറയുന്നതാണ് എന്ത്? ക്ലാസ്. ക്ലാസിനെയാണ് സിംഗിൾ പാക്കേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. Encapsulation enforces separation between specification and implementation of abstract data types. So encapsulation enforces separation between specification and implementation of abstract data types. അപ്പം ഈ ലാർജ് പ്രോഗ്രാമിലുള്ള കോംപ്ലക്സിറ്റി എല്ലാം എൻകാപ്സുലേഷൻ ഉപയോഗിച്ചാണ് ക്ലാസ്സസ് മാനേജ് ചെയ്യുന്നത്. ക്ലാസ് നമ്മൾ പറഞ്ഞു ഈ ഡേറ്റയെയും മെത്തേഡ്സിനെ എല്ലാം കൂടെ ഒരു സിംഗിൾ യൂണിറ്റിലോ ലോജിക്കൽ യൂണിറ്റിലോട്ട് റാപ്പ് ചെയ്യുന്നു പറഞ്ഞു. ആ സിംഗിൾ പാക്കേജിങ് യൂണിറ്റിനെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലാസ് പോലൊരു സിംഗിൾ ലോജിക്കൽ യൂണിറ്റിലോട്ടാണ് നമ്മൾ ഡേറ്റയും മെത്തേഡ്സിനെയും കൂടെ റാപ്പ് ചെയ്യുന്നത്. അപ്പൊ വലിയ പ്രോഗ്രാം വരുമ്പോൾ അതിനകത്ത് ഒരുപാട് കോംപ്ലക്സിറ്റി ഉണ്ട്. അപ്പം എൻകാപ്സുലേഷനുള്ള ഫീച്ചർ ഉപയോഗിച്ചാണ് ക്ലാസ്സസ് ഈ കോംപ്ലക്സിറ്റിയെ കുറയ്ക്കുന്നത്. നമ്മൾ പ്രാക്ടിക്കലി പ്രോഗ്രാംസ് എഴുതുമ്പോൾ വലിയ പ്രോഗ്രാംസ് വിത്ത് ലോട്ട്സ് ഓഫ് ഡേറ്റ, ക്ലാസ്സസ്, ഒബ്ജക്ട്സ്, ഫങ്ഷൻസ് എക്സെട്ര. ഒത്തിരി ഡേറ്റ കാണും, ഒരുപാട് ക്ലാസ്സസ് ആൻഡ് ഒബ്ജക്ട്സ്, ഓരോ ക്ലാസ്സിനകത്ത് കുറെ ഫങ്ഷൻസും ഡേറ്റയും ഒക്കെ കാണും. അപ്പൊ ഈ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടി എൻകാപ്സുലേഷൻ ഫീച്ചറാണ് ക്ലാസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. Now the next feature is the one which you have heard about in functions or you have studied in functions, that is polymorphism. Polymorphism എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ പേരുള്ള സാധനം പല ഫോമിൽ വരുമ്പോഴാണ് അതിനെ polymorphism എന്ന് പറയുന്നത്. Polymorphism. So object-oriented programming, a single name can be used for more than one related purpose with a clear distinction between them. അതിനെയാണ് polymorphism എന്ന് പറയുന്നത്. സിംഗിൾ നെയിം, ഒരു പേര് തന്നെ എവിടെയൊക്കെ യൂസ് ചെയ്യാം? Can be used for more than one related purpose. More than one related purpose with clear distinction between them.
ഒന്നിലധികം പരസ്പരം ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് ഒരേ പേര് കൊടുക്കാം. പക്ഷെ അത് ആ പേർപ്പസിനെല്ലാം ഒരു ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത് പോളിമോർഫിസം. അതായത് ഒന്നിലധികം ബന്ധമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരേ പേര് കൊടുക്കാം. ഒരേ പേര് വെച്ചിട്ട് ഒന്നിലധികം ബന്ധമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒരേ പേര് കൊടുക്കാം. ഒന്നിലധികം ബന്ധമുള്ള കാര്യങ്ങൾക്ക് ഒരേ പേര് കൊടുക്കാം. പക്ഷെ അപ്പൊ അതിനകത്തൊരു ഈ ഒരേ പേര് കൊടുത്ത് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനകത്തൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഉണ്ടായിരിക്കണം. ആ ഒരു ഡിസ്റ്റിങ്ഷൻ വേണം. പേര് സെയിം യൂസ് ചെയ്യുന്നുണ്ട്, ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റിങ്ഷൻ വേണം. അതാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം? C++ല് പോളിമോർഫിസം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള 3 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് ഇസ് ഫംഗ്ഷൻ ഓവർലോഡിംഗ്. ഫംഗ്ഷൻ ഓവർലോഡിംഗ് നമ്മളത് പഠിച്ചായിരുന്നു. ഫംഗ്ഷൻ ഓവർലോഡിംഗ്. Then operator overloading. Operator overloading. And the next one, dynamic binding. So these are the 3 methods to implement polymorphism. C++ല് പോളിമോർഫിസം ഇംപ്ലിമെന്റ് ചെയ്യാൻ 3 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഫംഗ്ഷൻ ഓവർലോഡിംഗ്, സെക്കൻഡ് വൺ ഓപ്പറേറ്റർ ഓവർലോഡിംഗ്, ആൻഡ് തേർഡ് വൺ ഡൈനമിക് ബൈൻഡിംഗ് മെത്തേഡ്സ് ഓഫ് ഇംപ്ലിമെന്റേഷൻ. C++ല് ഏതെല്ലാം വഴി നമുക്ക് പോളിമോർഫിസം ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ്. Then polymorphism allows us to develop reusable components of program. Polymorphism ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാമിന്റെ ചില കമ്പോണൻസിനെ നമുക്ക് റീയൂസ് ചെയ്യാം. Allows reusable. Polymorphism allows to develop reusable components. അതായത് ഒരു പ്രോഗ്രാമിൽ തന്നെ നമുക്ക് റീയൂസബിൾ കമ്പോണൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പോളിമോർഫിസം സഹായിക്കും. ദാറ്റ് ക്യാൻ ബി ടൈലർഡ് ടു സ്യൂട്ട് ഡിഫറെന്റ് റിക്വയർമെന്റ്സ്. അതായത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി റീയൂസബിൾ കമ്പോണൻസ് ഡെവലപ്പ് ചെയ്യാൻ പോളിമോർഫിസം സഹായിക്കും. നമ്മുടെ യൂസിനത് നമുക്ക് എന്താണ് റിക്വയർമെന്റ് അതിനെ ആ റിക്വയർമെന്റ്സിന് സൂട്ട് ചെയ്യത്തക്ക വിധത്തില് റീയൂസബിൾ കമ്പോണൻസ് ഡെവലപ്പ് ചെയ്യാൻ പോളിമോർഫിസം സഹായിക്കും. അപ്പോൾ പോളിമോർഫിസത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് it allows to develop, polymorphism allows to develop reusable components that can be tailored to suit different requirements. ഇതിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഫംഗ്ഷൻ ഓവർലോഡിംഗ് ഡൺ ബൈ സെയിം ഫംഗ്ഷൻ നെയിം. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഫംഗ്ഷൻ ഓവർലോഡിംഗിന് എന്താണ്? ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുമ്പോൾ സെയിം ഫംഗ്ഷൻ നെയിം ആർഗ്യുമെന്റ് ഡിഫറെന്റ്. ഒരേ ഫംഗ്ഷൻ നെയിം ഡിഫറെന്റ് ആർഗ്യുമെന്റ്സും വെച്ച് ഡിഫറെന്റ് നമ്പർ ഓർ ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ്സ്, ഡിഫറെന്റ് നമ്പർ ആർഗ്യുമെന്റ്സിന്റെ ഡിഫറെന്റ് നമ്പർ ഓർ ടൈപ്പ്, അതാണ് ഫംഗ്ഷൻ ഓവർലോഡിംഗ്. ഇനി ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിന് നമുക്ക് ഓപ്പറേറ്റേഴ്സ് ലൈക്ക് പ്ലസ്, മൈനസ്, ഗ്രേറ്റർ ദാൻ, ഈ ഓപ്പറേറ്റേഴ്സ് ഒക്കെയാണ് ഓവർലോഡിങ്ങിന് യൂസ് ചെയ്യാം. അതിന് ഓപ്പറേറ്റർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. യൂസ് കീവേഡ് ഓപ്പറേറ്റർ. അപ്പൊ പ്ലസ്, മൈനസ്, ഗ്രേറ്റർ ദാൻ പോലുള്ള ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് ഓവർലോഡ് ചെയ്ത് പല സിറ്റുവേഷനിൽ പല രീതിയിൽ അതിനെ ബിഹേവ് ചെയ്യിപ്പിക്കാം.
പ്ലസ് മൈനസ് ഗ്രേറ്റർ ദാൻ. അപ്പൊ ഈ ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് ഓവർലോഡ് ചെയ്തിട്ട് പല സിറ്റുവേഷനിലും പല രീതിയിൽ അതിന് ബിഹേവ് ചെയ്യിക്കാം. പക്ഷെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു യൂസ് ദ കീവേഡ് ഓപ്പറേറ്റർ. യു ഹാവ് ടു യൂസ് ദ കീവേഡ് ഓപ്പറേറ്റർ. സോ നമ്മൾ ഇപ്പൊ 4 ഫീച്ചേഴ്സ് കണ്ടു. ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഡേറ്റ ഹൈഡിങ്, എൻകാപ്സുലേഷൻ, പോളിമോർഫിസം. എൻകാപ്സുലേഷൻ ആൻഡ് polymorphism.